ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന +1 കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്റർ ആണ്. നമ്മൾ ഇതിനു മുൻപ് ചെയ്ത 2 ക്ലാസ്സുകൾക്കും വളരെ അധികം സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് തീരുമ്പോഴേക്കും ഈ ചാപ്റ്ററും നിങ്ങൾക്ക് 100% മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. ഒരൊറ്റ ക്ലാസ്സിൽ കൂടി ഒരു ചാപ്റ്റർ മുഴുവനും പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ ക്ലാസ്സും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഫോക്കസ് ഏരിയ ബേസ്ഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ എന്നത് മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് ദി പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ എന്ന ഒരു സെക്ഷൻ ആണ്. അപ്പം പീരിയോഡിക് ടേബിൾ ഫോം ചെയ്യുന്നതിന്റെ കുറച്ച് ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് മോഡേൺ പീരിയോഡിക് ലോ ഹെൻറി മോസ്ലി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. പക്ഷെ അതുപോലെയല്ല ഈ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ട്രെൻഡ്സ്, ഇപ്പൊ പീരിയോഡിക് ടേബിളിലെ കുറച്ച് ട്രെൻഡുകളാണ് രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചു ലാർജ് ആയിട്ടുള്ള പോർഷൻ ആണ്. അറ്റോമിക് സൈസ്, അയോണിക് സൈസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓരോ പോയിന്റിന്റെയും നമുക്ക് ട്രെൻഡുകളും അതെന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ എങ്ങനെയാണ് എക്സാം ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് ദി പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ എന്ന സെക്ഷനിൽ എന്തൊക്കെ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരേണ്ടത് ഹെൻറി മോസ്ലി എന്ന സയന്റിസ്റ്റിനെയാണ്. ആദ്യമായിട്ടുള്ള ഒരു ലോ എന്നത് മോഡേൺ പീരിയോഡിക് ലോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിച്ചാൽ ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അതായത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്നത് അറ്റോമിക് നമ്പർ എന്ന ഒരു കാര്യവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എലമെന്റ്സ് അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പീരിയോഡിക് ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ റെഗുലർ ഇന്റർവെൽസിൽ റെഗുലർ പ്രോപ്പർട്ടീസ് നമുക്ക് വിസിബിൾ ആയിട്ട് കിട്ടും. ഇപ്പൊ നമുക്കറിയാം ഒരു പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഒരു പീരിയോഡിക് ടേബിളിന്റെ ഗ്രൂപ്പും പീരിയഡും ഒക്കെ ഉണ്ട്. അപ്പം ഓരോ ഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സിനും കുറെ അധികം സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഓരോ ഗ്രൂപ്പിലും ഇങ്ങനെ വരുമ്പോൾ പീരിയോഡിക് ആയിട്ട്, അതായത് റെഗുലർ ഇന്റർവെൽസിൽ സെയിം പ്രോപ്പർട്ടീസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ് എന്നതാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്നതിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ പീരിയോഡിക് ടേബിൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, ഇതിന് മുൻപ് അറ്റോമിക് മാസിനെ ബേസ് ചെയ്തുള്ള പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു മെൻഡലീവിന്റെ. അതിനുശേഷമാണ് ഈ മോഡേൺ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ടേബിളും കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ അധികം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇവിടെ നിന്നിട്ട് മനസ്സിലായിട്ടുണ്ട്. മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിച്ചാൽ ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അപ്പൊ നമുക്ക് കുറെ അധികം മനസ്സിലായല്ലോ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി അതിനുശേഷം നമുക്ക് അറിയേണ്ട ചെറിയ ടോപ്പിക്കാണ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് കാണുമ്പോൾ അതിൽ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്ത് അത് കൊണ്ടുവന്നത് ഹെൻറി മോസ്ലി എന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ
മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ഉണ്ട്, 7 പീരീഡ് ഉണ്ട്. നമ്മുടെ NCERT-യിൽ 118 എലമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം 119 എലമെന്റ്സ് ഉണ്ട് എന്നാണ് അറിയുന്നത് അക്കോർഡിംഗ് ടു അവർ NCERT-യിൽ ഉടനെ 119 എലമെന്റ്സ് എന്നാവും. ഇങ്ങനെയൊന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ബോർഡ് എക്സാമിന് ചോദിക്കത്തില്ല. ഓക്കെ. പ്രധാനമായിട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നിങ്ങനെയാണ്. അതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്താണ് ഒരു എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് ചോദിച്ചാൽ, ആ ആറ്റത്തിൽ ഏറ്റവും വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനം എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺ ഇരിക്കുന്നത് എസ് സബ് ഷെല്ലിലായിരിക്കും. ഇനി പി ബ്ലോക്ക് എലമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ് ഷെല്ലിൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആ എലമെന്റിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1ഉം 2ഉം ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ, പി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പ് 13 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 13, 14, 15, 16, 17, 18. അപ്പൊ 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റ്സ് ആണ് നമ്മൾ പി ബ്ലോക്ക് എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പം എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും മിഡിൽ പൊസിഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ആണ്. പിന്നെ അത് എന്ന് വെച്ചാൽ ഡി ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് അവരെ സിമ്പിൾ ആയിട്ട് വിളിക്കുന്നത്. ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫ് സബ് ഷെല്ലിലായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്നത് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഓരോ എലമെന്റ്സ് ഏതൊക്കെ പൊസിഷനിലാണ് ഉള്ളത്. എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. അതുപോലെ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുകയും, ഇനി നമുക്ക് കുറച്ചുകൂടെ പഠിക്കണമെങ്കിൽ ഓരോ ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ടും 2-3 പോയിന്റ്സ് വെച്ച് പഠിക്കുന്നതും നന്നായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഈ ടോപ്പിക്സ് ഇത്രയും പറഞ്ഞു നിർത്താം. ഇനിയുള്ള ടോപ്പിക്സ് ആണ് കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതും എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും ഇനി നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്സുകളാണ്. ഓക്കെ, നമ്മളപ്പോൾ ആദ്യത്തെ മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ എന്ന സെക്ഷനിൽ ആ ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നതിൽ അറ്റോമിക് സൈസ്, അയണിക് സൈസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്സിൽ നിന്ന് തന്നെ നമുക്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് നമ്മളിനി ഫർദർ ഹയർ സ്റ്റഡീസിലോട്ടൊക്കെ പോകുമ്പോൾ സയൻസ് ഡീൽ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഇനിയും ഉപകാരം ചെയ്യുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ടത് അയണൈസേഷൻ എൻതാൽപ്പി എന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അയണൈസേഷൻ എൻതാൽപ്പി എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും നന്നായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്ലാസ് കണ്ട എന്തായാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ΔHI എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു സിമ്പൽ, ഒരു നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം എ ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം. എന്ന് വെച്ചാൽ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ന്യൂട്രൽ ആറ്റംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആറ്റംസിൽ നമ്മൾ എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ ആറ്റത്തിൽ ഏറ്റവും മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോണിനെ അവിടെ നിന്നും എടുത്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് എത്രത്തോളം എനർജി വേണം. അപ്പം ഒരു ആറ്റത്തിന്റെ ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ എടുത്ത് കളയുമ്പോൾ അവിടെ അതിന്റെ ഫസ്റ്റ് പോസിറ്റീവ് കാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി, അതായത് മിനിമം എത്ര എനർജി കൊടുത്താൽ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. സോ ദാറ്റ് minimum amount of energy is said to be ionization enthalpy അല്ലെങ്കിൽ
അയണൈസേഷൻ എനർജി. ഈ എൻതാൽപ്പി എന്ന വാക്ക് +1 വരുന്ന കുട്ടികൾക്ക് പുതുതായിട്ട് വരുന്ന ഒരു ടേം ആയിരിക്കും. പക്ഷേ ഇതിന് വലിയ റോൾ ഒന്നുമില്ല. എനർജി എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ അയണൈസേഷൻ എനർജി എന്ന് വായിക്കാം. നമ്മുടെ NCERT-ൽ അവർ പറഞ്ഞിരിക്കുന്നത് അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ്. സോ നമ്മൾ അതേപോലെ പഠിച്ചു പോവാ. അപ്പൊ ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് എനർജി required to remove the most loosely bounded electron from a neutral gaseous isolated atom. സോ അതാണ് അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം നോക്കാം. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റം, അത് ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം എന്ന് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷനിലും ന്യൂട്രൽ ഗേഷ്യസ് ഇവിടെ എഴുതിയിട്ടില്ല, ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം, ഈ ഒരു ടേം ഉണ്ടാവാതിരിക്കാൻ പാടില്ല. ഉണ്ടാവാതിരിക്കാൻ പാടില്ല എന്നല്ല, അത് ഉണ്ടാവണം കേട്ടോ, അങ്ങനെയാണ്. ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം എന്നത് മസ്റ്റ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ്, ആ എലമെന്റിന്റെ അത് ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം ആണ്. അപ്പൊ എലമെന്റിന്റെ വാലൻസ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എടുത്ത് കളഞ്ഞു നോക്കാം. അപ്പൊ അങ്ങനെ എനർജി കൊടുത്തിട്ട് കളഞ്ഞപ്പോൾ എക്സ് പ്ലസ് അതിന്റെ ഫസ്റ്റ് പോസിറ്റീവ് കാറ്റയോൺ ഫോം ചെയ്തു. അതും ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്. ആ എടുത്ത് മാറ്റി ഇലക്ട്രോൺ അങ്ങോട്ട് മാറിയിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ആറ്റത്തിൽ നിന്നും ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ഒരു ഇലക്ട്രോൺ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിക്ക് പറയുന്ന പേര് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ്. ΔHI1 എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഫസ്റ്റ് പോസിറ്റീവ് കാറ്റയോൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് പോസിറ്റീവ് കാറ്റയോണിൽ നിന്നും ഒരു ഇലക്ട്രോൺ കൂടി നമുക്ക് എടുത്ത് മാറ്റണം. സോ അങ്ങനെ മാറ്റുമ്പോൾ അവിടെ സെക്കൻഡ് പോസിറ്റീവ് കാറ്റയോൺ X2+ എന്ന് പറയുന്ന കണ്ടീഷനിലെത്തി. പിന്നെയും ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. X+ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടി മാറിയപ്പോഴാണ്, ഇറങ്ങിപ്പോയപ്പോഴാണ്, മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ മാറി നിന്നപ്പോഴാണ് X+ എന്ന് പറയുന്നത് X2+ ആയിട്ട് മാറിയത്. സോ അതിന് വേണ്ടിയിട്ടുള്ള എനർജിക്ക് പറയുന്ന പേര് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ്. ΔHI2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയും എഴുതിയതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ കുറവായിരിക്കും ദാൻ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിക്ക് ആയിരിക്കും കൂടുതൽ എനർജി വേണ്ടത് ഇലക്ട്രോൺസിനെ വാലൻസ് ഷെല്ലിൽ നിന്നും എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി എന്നിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തത് അറ്റോമിക് സൈസ് ആണ്, ന്യൂക്ലിയർ ചാർജ്, ദെൻ ഷീൽഡിംഗ് ഇഫക്റ്റ്, പിന്നെ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ് അയണൈസേഷൻ എൻതാൽപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് എങ്ങനെയാണ് അയണൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറ്റോമിക് സൈസും അയണൈസേഷൻ എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അതായത് അറ്റോമിക് സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജും അയണൈസേഷൻ എൻതാൽപ്പിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പിയും കൂടും. അതായത് ന്യൂക്ലിയർ ചാർജ് കൂടിയ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വലുതായിരിക്കും ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ. സോ സാധാരണ ഉള്ള രീതിയേക്കാളും ഒരുപാട് എനർജി കൊടുത്താൽ മാത്രമേ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അവിടെ നിന്നും എടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ നിന്നും എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണ്. അപ്പൊ ന്യൂക്ലിയർ ചാർജും അയണൈസേഷൻ എൻതാൽപ്പിയും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഇനി തേർഡ് എന്ന് പറയുന്നത് ഷീൽഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു കാര്യമാണ്. എന്താണ് ഷീൽഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറച്ച് കുറയും. അങ്ങനെ കുറയുന്ന ഫിനോമിനന് പറയുന്ന പേരാണ് ഷീൽഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇഫക്റ്റ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വാലൻസ് ഷെല്ലിനകത്ത് പിന്നെ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ദി ഫിനോമിനൻ occurs when the nucleus reduces its force of attraction on the valence electrons. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഇന്നർ ഇലക്ട്രോൺസ്. അപ്പോൾ അകത്തിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ടിട്ട് വാലൻസ് ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അപ്പൊ അതാണ് ആ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ്. ദി ഫിനോമിനൻ occurs when the nucleus reduces its force of attraction on the valence electrons due to the presence of inner electrons. അപ്പോൾ ഷീൽഡിംഗ് ഇഫക്റ്റും അയണൈസേഷൻ എൻതാൽപ്പിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്.
ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എന്താൽപ്പി കുറവായിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എന്താൽപ്പിയിൽ നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. ആ ഒരു പോയിന്റ് കൊണ്ടിട്ടാണ്, അതായത് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റിലുള്ള ഒരു എലമെന്റ്. അപ്പൊ അങ്ങനെയുള്ള ഓർബിറ്റൽസ് ഉള്ള എലമെന്റ്, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ള എലമെന്റ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉള്ള എലമെന്റ്, ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ കുറച്ചുകൂടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് അങ്ങനെയുള്ള ആറ്റംസിന്റെ വാലൻസ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസിനെ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള എനർജി വളരെ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ള എലമെന്റ്സിൽ അയണൈസേഷൻ എന്താൽപ്പി പൊതുവെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയണൈസേഷൻ എന്താൽപ്പി എന്നതിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ട്രെൻഡ് ആണ്. ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ അയണൈസേഷൻ എന്താൽപ്പിക്ക് എങ്ങനെയാണ് വേരിയേഷൻസ് സംഭവിക്കുന്നത് എന്നതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. സോ ഈ ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും ഫെമിലിയർ ആക്കി വെക്കുക. ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഒരു പീരിയോഡിക് ടേബിളിലെ പീരീഡിലെ ട്രെൻഡ് പറയുക എന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. അപ്പൊ തന്നെ ടീച്ചർ വിചാരിക്കും, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള കൊച്ചാണ്. സോ ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്താൽ നമുക്ക് മാർക്ക് പോകത്തില്ല, ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ടീച്ചർ നമുക്ക് മാർക്ക് നോക്കുന്ന ടീച്ചറാണല്ലോ. ആ ടീച്ചർ നല്ല മൂഡാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുമല്ലോ. സോ ഇങ്ങനെയൊക്കെയുള്ള നല്ല കിട്ടില്ല സെന്റൻസുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് പോകത്തില്ല. അപ്പം നമുക്ക് പീരീഡിലുള്ള അയണൈസേഷൻ എന്താൽപ്പിന്റെ ട്രെൻഡ് പഠിക്കാം. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. അപ്പൊ ഇടതു നിന്ന് വലത്തേക്ക് ഒരു പീരീഡിൽ നമ്മൾ നോക്കുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിലൂടെ മീൻ ചെയ്യാൻ പറ്റുന്നത് എന്താ, പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് എൻഡിലായിരിക്കും, റൈറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആയിരിക്കും അയണൈസേഷൻ എന്താൽപ്പി കൂടിയ എലമെന്റ്സ് കാണാൻ പറ്റുന്നത്. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അറ്റോമിക് റേഡിയസ് കുറയാൻ കാരണം ഷെല്ലിന്റെ നമ്പർ കൂടുന്നില്ല, പക്ഷെ ഷെല്ലിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നുണ്ട്. സോ ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജും കൂടി വരുന്നുണ്ട്. അങ്ങനെ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നു, ഷെല്ലിന്റെ നമ്പർ കൂടുന്നില്ല. ദാറ്റ് ഈസ് ഇലക്ട്രോൺസിനെ വളരെ സ്ട്രോങ് ആയിട്ട് ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം വരുന്നത് കൊണ്ടിട്ടാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത്, അറ്റോമിക് റേഡിയസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പിലുള്ള ട്രെൻഡ് നോക്കുകയാണ്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പിന്നെയും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി എന്ന് തോന്നിപ്പിക്കും. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ പീരിയോഡിക് ടേബിളിൽ ഡെൽറ്റ എച്ച് ഐ ഡിക്രീസസ്, അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ ഒരു സിമ്പിൾ ഇട്ടാലും മതി, ഡെൽറ്റ എച്ച് ഐ എന്നതാണ് അയണൈസേഷൻ എന്താൽപ്പി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ, ആ ഒരു സൈൻ. ഓക്കെ, അപ്പൊ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ്. അത് എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് എഫക്റ്റ്. അപ്പൊ ഷീൽഡിംഗ് എഫക്റ്റും അറ്റോമിക് റേഡിയസും കൂടുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഡെൽറ്റ എച്ച് ഐ ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് എഫക്റ്റ്. എന്തുകൊണ്ടാണ് അറ്റോമിക് റേഡിയസ് കൂടുന്നത് എന്ന് ചോദിച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെല്ലിന്റെ നമ്പർ കൂടുന്നുണ്ട്. ഓക്കെ, പിന്നീട് ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ബോർഡ് എക്സാമിന് നിരന്തരമായി ചോദിക്കാറുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ട് അയണൈസേഷൻ എന്താൽപ്പിന്റെ ഭാഗത്ത് നിന്നിട്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അയണൈസേഷൻ എന്താൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. അടുത്ത രണ്ടാമത്തത്, അയണൈസേഷൻ എന്താൽപ്പി ഓഫ് ബെറിലിയം ഈസ് ഗ്രേറ്റർ ദാൻ ബോറോൺ. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നൈട്രജൻ ആണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് ഓക്സിജൻ വരുന്നത്. നൈട്രജൻ 15ാമത്തെ ഗ്രൂപ്പും ഓക്സിജൻ 16ാമത്തെ ഗ്രൂപ്പുമാണ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത്
ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി വരുന്നു. അപ്പൊ അങ്ങനെ കൂടി വരുമ്പോൾ ഓക്സിജൻ അല്ലേ കൂടുതൽ വരേണ്ടത്? ഓക്സിജൻ അല്ലേ 16ാമത്തെ ഗ്രൂപ്പ്? അതിലും ലെഫ്റ്റ് സൈഡിലാണ് നൈട്രജൻ. പക്ഷേ ഇവിടെ ഒരു അയണൈസേഷൻ എൻതാൽപ്പിക്ക് ട്രെൻഡ് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതേ ഒരു മാറ്റം ബെറിലിയത്തിന്റെയും ബോറോണിന്റെയും കേസിലും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതേണ്ട ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം എന്ന് അറിഞ്ഞിരിക്കണം. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. വൈ? സോ നമ്മൾ ആദ്യമായിട്ട് നൈട്രജന്റെ ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതി. നൈട്രജൻ എന്ന് പറയുമ്പം Z is equal to 7, അറ്റോമിക് നമ്പർ 7 ആണ്. അതുകൊണ്ട് തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 എന്നാണ് വരുന്നത്. 1s2 എന്നത് ഒരു ഓർബിറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺസ് അവിടെ ഇരിപ്പുണ്ട്. ഇനി 2s2 എന്നത് 2 ഇലക്ട്രോൺ ഇവിടെ ഇരിപ്പുണ്ട്. 2p എന്ന് പറയുന്നതിന് 3 ഓർബിറ്റുകളായിട്ടാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3ലും ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എഴുതാം. ഇത് 10ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും പഠിക്കുന്നതല്ല, സ്റ്റേറ്റ് ബോർഡുകാർക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 9074902674 മെസ്സേജ് ചെയ്താൽ മതി. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 2p എന്ന അറ്റോമിക് ഓർബിറ്റൽസിൽ ഹാഫ് ഫിൽഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് കിടക്കുന്നു. അങ്ങനെ ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നൈട്രജനിൽ പ്രസന്റ് ആണ്. ഇനി നമ്മൾ ഓക്സിജനിൽ നോക്കുമ്പോൾ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. 1s2 2s2 2p4 എന്നാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് നമ്മൾ ഫിൽ ചെയ്ത് വിടുമ്പോൾ 2pയിൽ 4 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 4 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം ഇത് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റും അല്ല, ഫുൾ ഫിൽഡ് സ്റ്റേറ്റും അല്ല. സോ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റും ഫുൾ ഫിൽഡ് സ്റ്റേറ്റിനും മോർ സ്റ്റെബിലിറ്റി ഉണ്ട്, മോർ സ്റ്റേബിൾ ആണ്, അവർക്ക് കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഓക്സിജനിൽ അങ്ങനെ നമ്മൾ കണ്ടില്ല. അപ്പൊ നൈട്രജനിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടിട്ടാണ് നൈട്രജന് കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി വന്നത്. സോ ഇതൊരു നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇനി ആരും തെറ്റിക്കരുത്. ഇതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റിനൂടെ ആൻസർ എഴുതാൻ പറ്റും. അത് ഏത് ക്വസ്റ്റ്യനാ? ഇവിടെ സെക്കൻഡ് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബെറിലിയം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോറോൺ. സോ ഇതും ഇവിടെ നമുക്കൊരു ഫുൾഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണാൻ പറ്റും. സോ അത് നിങ്ങൾ എഴുതി ട്രൈ ചെയ്ത് നോക്കുക. എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ അയച്ചു തരാം. വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്ന കോൺസെപ്റ്റ് എന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇതൊക്കെ വളരെ ചെറിയ കോൺസെപ്റ്റുകളാണ്. ഡെൽറ്റ എച്ച് ഇ ജി ഇസ് ഓൾവേസ് നെഗറ്റീവ്. അത് പറഞ്ഞപ്പോഴാ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും എന്ന് വെച്ചാൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന മീനിങ് ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ എടുത്ത് പുറത്ത് കളയണം. സോ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് എടുത്ത് പുറത്ത് കളയാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ആ ഒരു സൈൻ കൺവേർഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഡെൽറ്റ എച്ച് ഐന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെ വാല്യൂ വരുമ്പോൾ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി required to add an electron to a neutral gaseous isolated atom. അപ്പം ഒരു ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ആറ്റത്തിന്റെ വാലൻസ് ഒരു ഇലക്ട്രോണിനെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലിയർ ആണല്ലോ? അപ്പം എന്താ, ഒരു ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലേക്ക് നമുക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യപ്പെടണം. സോ അതിന് വേണ്ടുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജിക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും. ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എച്ച് ഇ ജി നെഗറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ നമുക്ക് തൊട്ട് താഴെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞുതരാം. It is the minimum amount of energy required to add an electron to a neutral gaseous isolated atom. എന്ന് വെച്ചാൽ ഒരു ആറ്റം ഇവിടെ ഇരിപ്പുണ്ട്, ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം ആണ്, അത് തന്നെ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്താൽ എക്സ് മൈനസ്, അതായത് അതിന്റെ
ആനിയോൺസ് ഫോം ചെയ്യും. ഫസ്റ്റ് ആനിയോൺ. അപ്പൊ എക്സ് മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഫോം ചെയ്തു. അപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റം ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്താൽ എക്സ് മൈനസ് എന്ന ആറ്റം ആയിട്ട് മാറി. അത് ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്. അപ്പൊ അവിടെ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച്, എനർജി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഇ ജി ആണ്. ഡെൽറ്റ എച്ച് ഇ ജി എന്ന് പറയുന്നതാണ് അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് അറ്റോമിക് സൈസ്, സെക്കൻഡ് വൺ ഈസ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് തേർഡ് വൺ ഈസ് ഷീൽഡിംഗ് എഫക്റ്റ്. ഓക്കെ, അപ്പൊ അറ്റോമിക് സൈസും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അറ്റോമിക് സൈസ് കൂടുകയാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. ഓക്കെ, അറ്റോമിക് സൈസ് കൂടുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. ഇനി സെക്കൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ് കൂടുകയാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കൂടും. ഇപ്പൊ ന്യൂക്ലിയർ ചാർജും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അറ്റോമിക് സൈസും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഷീൽഡിംഗ് ഇഫക്റ്റും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി നമുക്കിതിലെ ട്രെൻഡ് പഠിക്കണം. അയണൈസേഷൻ എൻതാൽപ്പിയിൽ എങ്ങനെയായിരുന്നു നമ്മൾ ട്രെൻഡ് പഠിച്ചത്? സെയിം ട്രെൻഡ് തന്നെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പിയിൽ പറഞ്ഞത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി വരും, മോളിൽ നിന്ന് താഴേക്ക് ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ കുറഞ്ഞു വരും. സെയിം ട്രെൻഡ് തന്നെയാണ് ഇവിടെയും. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ്. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു പീരീഡിൽ പോകുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടി വരുന്നുണ്ട് ആൻഡ് ബിക്കം മോർ നെഗറ്റീവ്. അപ്പൊ അതിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പൊ നമ്മളെ പീരിയോഡിക് ടേബിളിലെ റൈറ്റ് എൻഡിൽ, അല്ലെ ഇപ്പൊ എക്സാമ്പിൾ ക്ലോറിൻ എന്ന് പറഞ്ഞൊരു എലമെന്റ് ഏകദേശം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ്. അപ്പം ആ ഒരു എലമെന്റ് പ്രത്യേകത ഏകദേശം -346 ആണെന്ന് തോന്നുന്നു. ഏകദേശം അത്രയും നെഗറ്റീവ് വാല്യൂ ആണ്, അത്രയും കിലോ ജൂൾ പെർ മോള് ആണ് അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പം അത് മോർ നെഗറ്റീവ് ആണ്, അതായത് നെഗറ്റീവ് വാല്യൂ കൂടുതലാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പം മോർ നെഗറ്റീവ്, അതായത് മോർ മാഗ്നിറ്റ്യൂഡ് ഉള്ള നെഗറ്റീവ് വാല്യൂ വരുന്നത് പീരിയോഡിക് ടേബിളിലെ റൈറ്റ് സൈഡിലുള്ള ആൾക്കാർക്കായിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി വെക്കേണ്ട കോൺസെപ്റ്റ് എന്നത്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് ആൻഡ് ബിക്കം മോർ നെഗറ്റീവ്. ദിസ് ഇസ് ഡ്യൂ ടു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ദിസ് ഇസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അപ്പൊ അറ്റോമിക് റേഡിയസ് കുറയുന്നത് കൊണ്ടിട്ടും ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നത് കൊണ്ടുമാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് ഈ ഒരു ട്രെൻഡ് പീരീഡിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസസ് ആൻഡ് ബിക്കം ലെസ് നെഗറ്റീവ്. ലെസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ കുറഞ്ഞു വരുന്നു അല്ലെ? യെസ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെ വാല്യൂ. From top to bottom in a group, delta Hg decreases and become less negative. This is due to increase in atomic radius and shielding effect. അപ്പോൾ atomic radius ഒക്കെ കൂടി വരുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തിയറി പരമായിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ബോർഡ് എക്സാമിന് ഒരു സി പാർട്ട് ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു സി പാർട്ട് ക്വസ്റ്റ്യൻ. അപ്പം ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലോറിൻ. അപ്പോൾ നമ്മൾ ക്ലോറിൻ, ഫ്ലോറിൻ എന്നിങ്ങനെയുള്ള എലമെന്റ്സ് നോക്കിയാൽ ഇവർ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണ്. 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനെ നമ്മൾ ഹാലജൻസ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, നസ്റ്റാറ്റിൻ, അങ്ങനെയാണ് അതിന്റെ ഒരു വരുന്നത്. മോളിൽ താഴേക്ക് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ. അപ്പൊ ഫ്ലോറിൻ കഴിഞ്ഞാണ് ക്ലോറിൻ വരുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മോളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരണം. പക്ഷെ ഫ്ലോറിന്റെ താഴെയാണ് ക്ലോറിൻ, അപ്പം ഫ്ലോറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവായിരിക്കണം ക്ലോറിന്. പക്ഷെ ഈ ഒരു കേസിൽ അങ്ങനെയല്ല, അതൊരു ഡീവിയേഷൻ ആണ്. ക്ലോറിൻ എന്ന എലമെന്റിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലോറിനേക്കാളും കൂടുതൽ. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലോറിൻ. വൈ? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഫ്ലോറിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്ലോറിന്റെ 1:2:2p5, ക്ലോറിന്റെ 1:2:2p6, 3:3p5. അപ്പൊ 2p5, 2p എന്ന അറ്റോമിക് ഓർബിറ്റലിലാണ് ഫ്ലോറിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നത്. 3p എന്ന അറ്റോമിക് ഓർബിറ്റലിലാണ് ക്ലോറിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഫ്ലോറിന്റെ 2pയും
ക്ലോറിൻ്റെ 3p തമ്മിലൊന്ന് കൺസിഡർ ചെയ്ത 2p എന്ന് പറഞ്ഞ അറ്റോമിക് ഓർബിറ്റൽ സ്മോൾ ആണ് ആസ് കമ്പയർഡ് ടു 3p ഓഫ് ക്ലോറിൻ. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായത്. നമുക്ക് വായിച്ചു നോക്കാം. കമ്പയറിംഗ് 2p of fluorine and 3p of chlorine, the size of 2p of fluorine is small as compared to 3p of chlorine. അപ്പം അങ്ങനെ സൈസ് സ്മോൾ ആയിട്ട് വരുന്നതുകൊണ്ട് ഫ്ലോറിനിൽ 2p എന്നതിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ സൈസ് വളരെ സ്മോൾ ആണ് ആസ് കമ്പയർഡ് ടു 3p of chlorine. അങ്ങനെ വരുന്നത് കൊണ്ടിട്ട് ഇലക്ട്രോൺ റിപ്പൽഷൻ ഈസ് മാക്സിമം അറ്റ് ഫ്ലോറിൻ. ഫ്ലോറിനകത്ത് ഇലക്ട്രോൺസ് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇലക്ട്രോൺ റിപ്പൽഷൻ ഈസ് മാക്സിമം അറ്റ് ഫ്ലോറിൻ. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇലക്ട്രോൺ റിപ്പൽഷൻ ഈസ് മാക്സിമം അറ്റ് ഫ്ലോറിൻ ദാൻ ക്ലോറിൻ. ദാറ്റ്സ് വൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലോറിൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അറ്റോമിക് ഓർബിറ്റൽസിന്റെ സൈസിന്റെ വ്യത്യാസമാണ് ക്ലോറിനും ഫ്ലോറിൻ്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് വേരിയേഷൻ ഉണ്ടാവാൻ കാരണം. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരും എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഫ്ലോറിൻ്റെയും ക്ലോറിൻ്റെയും കേസിൽ ഈ ട്രെൻഡ് തെറ്റാണ്. ഓക്കെ, ആ തെറ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ വി മൂവ്സ് ടു അനദർ ട്രെൻഡ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിൽ ഒരു ആറ്റത്തിന് അതിൻ്റെ സറൗണ്ടിങ് ആറ്റംസിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ സ്വന്തം അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവിന് പറയുന്ന പേരാ ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. ഒരു കോമ്പൗണ്ടിലെ ഒരു ആറ്റത്തിന് തൊട്ടടുത്തുള്ള എലമെന്റിന്റെ ഇലക്ട്രോൺ ക്ലൗഡിനെയും സ്വന്തം അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവിന് പറയുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കോമ്പൗണ്ട് ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ് is called അല്ലെങ്കിൽ ഇറ്റ്സ് നൗൺ ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ലിനസ് പോളിംഗ് കൊണ്ടുവന്ന പോളിംഗ് സ്കെയിൽ. അപ്പോൾ പോളിംഗ് സ്കെയിൽ പ്രകാരം ഫ്ലോറിന് 4.0 ആണ് വാല്യൂ വരുന്നത്, ഓക്സിജന് 3.5, നൈട്രജന് 3.0, ക്ലോറിന് 3.0. അപ്പോൾ ഞാൻ വെറും 4 എലമെന്റ്സിന്റെ വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ പോലെ പഠിച്ചു വെക്കാം. ഇനി എല്ലാ എലമെന്റ്സിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ പോളിംഗ് സ്കെയിൽ പ്രകാരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ NCERT ടെക്സ്റ്റ് തുറക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് കിട്ടും. ക്ലിയർ. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജും ഒക്കെ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് അടുത്തായിട്ട് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ അറ്റോമിക് സൈസ് ആൻഡ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ അറ്റോമിക് സൈസ് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. അപ്പോൾ അറ്റോമിക് സൈസും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, അടുത്തത് ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടും. സോ ആരും ഇട്ടാൽ മറന്നുപോയി. അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവും കൂടുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത ട്രെൻഡ് പഠിക്കുന്നു. ട്രെൻഡ് പഠിക്കുമ്പോൾ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പിയിലും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലും പഠിച്ച സെയിം ട്രെൻഡ് തന്നെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഇറ്റ് ഡിക്രീസസ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ഇറ്റ് ഇൻക്രീസസ്. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന വാല്യൂ പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ് പ്രകാരം ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അത് കൂടി വരും. ഇനി മുകളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അത് കുറഞ്ഞു വരും. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെയും കൂടെ വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ട്. ഫ്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. അതിന്റെ പോളിംഗ് സ്കെയിൽ വാല്യൂ എന്നത് 4.0 ആണ്. അപ്പം അതിന് മുകളിൽ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ള എലമെന്റും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറിനും ഫ്ലോറിനും രണ്ടിലും ആൻസർ വരുന്നുണ്ട്. സോ അത് തെറ്റിപ്പോകാതെ തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കണം. ഫ്ലോറിൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ടോപ്പ് വരുന്ന ആളാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെ ടോപ്പ് വാല്യൂസ് വരുന്ന, അതായത് മോർ നെഗറ്റീവ് വരുന്ന വാല്യൂസ് ക്ലോറിൻ ആണുള്ളത്. ഓക്കെ, ക്ലിയർ, മനസ്സിലായല്ലോ അല്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഒരുപാട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിടാം. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, കുറേ കുട്ടികൾ നമ്മളെ +1 എക്സാം എഴുതാൻ പോകുന്ന കുറേ കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എക്സാം, അതായത് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും നമ്മുടെ ചാനലിൽ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക്, നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ നല്ല കട്ട സപ്പോർട്ട് തരിക. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫുൾ മാർക്കും വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ഒരു കാര്യം എന്നത് അയോണിക് റേഡിയസ് എന്നൊരു കാര്യമാണ്. അയൺസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പം അയൺസ് എന്താണ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് NaCl ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ NaCl എന്ന് പറഞ്ഞാൽ അറിയാം, സോഡിയം ക്ലോറൈഡ് ആണ്. ആ സോഡിയം ക്ലോറൈഡിനെ സ്പ്ലിറ്റ് ചെയ്ത് അയണൈസ്ഡ് ഫോർമാറ്റിൽ എഴുതിയാൽ Na++Cl- എന്നാണ് നമുക്ക് അതിലൂടെ എഴുതാൻ പറ്റുന്നത്. സോ Na+ പോസിറ്റീവ് ആയിട്ടുള്ള അയണിന് പറയുന്ന പേര് കാറ്റയോൺ എന്നാണ്. സോ ദി നെക്സ്റ്റ് വൺ ഈസ് നെഗറ്റീവ് ആയിട്ടുള്ള അയണിന് ആനയോൺ എന്നാണ് പറയുന്നത്. അപ്പം കാറ്റയോണും ആനയോണും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ബേസിക് ഐഡിയ മനസ്സിൽ വെക്കുക. നമുക്ക് ആദ്യമായിട്ട് എന്താണ് അയോണിക് റേഡിയസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓഫ് ആൻ അയോണിക് ക്രിസ്റ്റൽ. ഒരു അയോണിക് ക്രിസ്റ്റലിന്റെ കാറ്റയോണും ആനയോണും തമ്മിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫിന് പറയുന്ന, അത്രയും ലെങ്ത്തിന് പറയുന്ന പേരാ ionic radius. It is defined as the half of the internuclear distance between cation and anion of an ionic crystal. Okay, clear ആണല്ലോ? വളരെ ക്ലിയർ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ എഴുതി തന്നിട്ടുണ്ട്. NaCl എന്ന് പറയുന്നതിന് Na+ എന്നും Cl- എന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ല സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം പോസിറ്റീവ് ആയിട്ടുള്ളത് കാറ്റയോണും നെഗറ്റീവ് ആയിട്ടുള്ളത് ആനിയോണുമാണ്. ഒരു സെയിം ഇലക്ട്രോൺസ് വരുന്ന കോമ്പൗണ്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ സൈസ് ആനിയോണിനായിരിക്കും കൂടുതൽ ദാൻ കാറ്റയോൺ. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ബോർഡ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. വാട്ട് യു മീൻ ബൈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? അല്ലെങ്കിൽ ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് തന്നിട്ട് ഇത് എന്താണ്? ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് തന്നിട്ട് ഇതിന്റെ അറ്റോമിക് സൈസ്, ഇതിന്റെ സൈസിന്റെ ഓർഡർ എഴുതുക. ആർക്കാണ് ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത്, ആർക്കാണ് ഏറ്റവും കുറവ് സൈസ് വരുന്നത്? ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ബോർഡ് എക്സാമിന് +1 കെമിസ്ട്രിയിൽ ഈ ഒരു സെക്ഷനിൽ നിന്നിട്ട് തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. സോ നമുക്ക് ഇവിടെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ് എന്നിങ്ങനെയുള്ളത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. The species having same number of electrons said to be isoelectronic species. അപ്പോൾ ഐസോ എന്ന വാക്കിന്റെ വേർഡ് മീനിങ് സെയിം എന്നാണ്. ഇലക്ട്രോണിക് സ്പീഷീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിം ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസ്. The species having same number of electrons said to be isoelectronic species. നമ്മൾ എക്സാമ്പിൾ O2- എന്നല്ല, O എന്ന് എഴുതിയിട്ട് 2- അതിന്റെ ചാർജ് ആയിട്ട്. ഓക്കെ, അപ്പോൾ O2- F-, Na+, Mg2+, അങ്ങനെ ഓക്സിജൻ, ഫ്ലോറിൻ, സോഡിയം, മഗ്നീഷ്യം ഇങ്ങനെയുള്ളവരുടെ അയണൈസ്ഡ് സ്റ്റേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ 8 ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ. O2- എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 ഇലക്ട്രോൺസ് ആണ് ന്യൂട്രൽ സ്റ്റേറ്റിൽ, 2 മൈനസ് കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ O2- എന്നതിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഫ്ലോറിൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 9 ആണ്, ഒരു മൈനസ് കൂടി ഉണ്ട്, മീൻസ് ഒരു ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. അപ്പം 9+1 10 ഇലക്ട്രോൺസ് ഉണ്ട് F-ൽ. ഇനി Na+, സോഡിയം എന്ന് പറയുന്നത് 11 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ, മീൻസ് നോർമൽ സ്റ്റേറ്റിൽ 11 ഇലക്ട്രോൺസ് ആണ് അതിന്റെ ഷെല്ലിലുള്ളത്, ആറ്റംസിലുള്ളത്. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു പ്ലസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ അവിടെ ഇല്ല. സോ ആ 11 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കുറച്ചാൽ 10 ഇലക്ട്രോൺസ് ആണ്. ഇനി Mg2+ എന്ന് പറയുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്നത് 12 ആണ് അറ്റോമിക് നമ്പർ, മീൻസ് അതിന്റെ നോർമൽ സ്റ്റേറ്റിൽ 12 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇനി +2 എന്ന സ്റ്റേറ്റ് ആണ്, എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസ് അവിടുന്ന് ലോസ് ആയി പോയിട്ടുണ്ട്. അപ്പൊ Mg+2 എന്ന് പറയുമ്പോൾ 12 ഇലക്ട്രോണിൽ നിന്നും 2 ഇലക്ട്രോൺസ് കുറയ്ക്കുക, സോ 10 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് O2- F- Na+, Mg+2 എന്നത് ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇതിലെ എല്ലാ സ്പീഷീസിനും എത്ര ഇലക്ട്രോൺസ് വെച്ചിട്ടുള്ളത്? 10 ഇലക്ട്രോൺസ്. സോ 10 ഇലക്ട്രോൺസ് വരുന്ന ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് ഞാൻ ഇവിടെ എഴുതി തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ്. സോ നന്നായിട്ട് പഠിച്ചു വെക്കുക. സൈസ് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് എന്താണ്, എങ്ങനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അപ്പം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് വരുന്ന ആൾക്കായിരിക്കും ഏറ്റവും വലിയ സൈസ്. അപ്പൊ നമുക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെങ്കിൽ നമുക്ക് എലമെന്റ് ഏതാണെന്ന് പോലും നോക്കാതെ അതിന്റെ ചാർജ് അറിയാമെങ്കിൽ, ഇവിടെ -2 ആണ്, -1, ഇവിടെ +1, ഇവിടെ +2. സോ ഏറ്റവും നെഗറ്റീവ് വരുന്ന ആൾക്കാണ്, ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ സൈസ്. O2- ഗ്രേറ്റർ ദാൻ F- ഗ്രേറ്റർ ദാൻ Na+ ഗ്രേറ്റർ ദാൻ Mg2+. ജസ്റ്റ് -2, -1, +1, +2. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ്, അല്ലെങ്കിൽ അതിന്റെ സൈസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വെച്ചാൽ ദി സ്പീഷീസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അതോടെ കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് അറ്റോമിക് റേഡിയസ് എന്നതാണ്. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. Atomic radius. It is defined as the distance from the center of the nucleus to the outermost shell having electrons. അപ്പം അറ്റോമിക് റേഡിയസ്, ഒരു ആറ്റത്തിന്റെ റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, അതായത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. എവിടെ മുതൽ? ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ ഏറ്റവും ബാലൻസ് ഷെല്ലിലിരിക്കുന്ന ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റോമിക് റേഡിയസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടേംസ് കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, വാൻ ഡെർ വാൾസ് റേഡിയസ് എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്, സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ അറ്റോമിക് റേഡിയസ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റംസിന്റെ ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം 2 കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റംസ് കൺസിഡർ ചെയ്യുക. അവർ കോവാലന്റ്ലി ബോണ്ടഡ് ആണ്. ആ 2 ആറ്റംസിന്റെയും ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റം. ഇപ്പൊ Cl2 എന്നതിന്റെ ലെങ്ത് 198 പൈക്കോമീറ്റർ ആണെങ്കിൽ കോവാലന്റ് റേഡിയസ് Cl2ന്റെ എന്നത് 99 പൈക്കോമീറ്റർ ആണ്. ഇതിന്റെ ഹാഫ് ആണ്. സോ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനി സെക്കൻഡ് വൺ ഈസ് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ it is defined as it is a half of the internuclear distance between 2 metallic ions in a metal crystal. അപ്പോൾ ഒരു മെറ്റൽ ക്രിസ്റ്റലിലുള്ള എന്തിന്റെ 2 മെറ്റാലിക് അയൺസിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് മെറ്റാലിക് റേഡിയസ്, ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മെറ്റാലിക് അയൺസ് ഇൻ എ മെറ്റൽ ക്രിസ്റ്റൽ. The third one is van der Waals radius. Van der Waals radius എന്ന് പറഞ്ഞാൽ it is defined as a half of the internuclear distance between 2 non-bonded atoms of separate molecules in a solid state. ഒരു സോളിഡ് സ്റ്റേറ്റിൽ നോൺ ബോണ്ടഡ് ആയിട്ടിരിക്കുന്ന സെപ്പറേറ്റ് മോളിക്യൂൾസിൽ, അതായത് 2 നോൺ ബോണ്ടഡ് ആയിട്ടിരിക്കുന്ന ആറ്റംസ് ഉള്ള സെപ്പറേറ്റ് മോളിക്യൂൾസ്. ഇപ്പൊ 2 നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസ് ഉണ്ട്, അവർ തമ്മിൽ ബോണ്ടിങ് ഒന്നും ഇല്ല, അങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന മോളിക്യൂൾസ്. അപ്പം അവരുടെ 2 പേരുടെയും ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ പകുതി, അതാണ് വാൻ ഡെർ വാൾസ് റേഡിയസ്, ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 non-bonded atoms of separate molecules in the solid state. അപ്പൊ ഇത്രയും റേഡിയസ് ഉൾപ്പെടുത്തിയാണ് അറ്റോമിക് റേഡിയസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അറ്റോമിക് റേഡിയസിനെ കുറിച്ചിട്ട് ഒരു പോയിന്റ് കൂടെ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് അറ്റോമിക് റേഡിയസിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെല്ലിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആയിരിക്കും, അതൊരിക്കലും കൂടത്തില്ല. അതുപോലെ തന്നെ ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, ബിക്കോസ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഈ 2 കാര്യങ്ങൾ വരുന്നത് കൊണ്ടിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ അറ്റോമിക് റേഡിയസും കുറഞ്ഞു വരുന്നു എന്ന് പറയാം. ഇനി നമ്മളൊരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് എലമെന്റ്സ് ഉണ്ടല്ലോ, ആ എലമെന്റ്സിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം ഷെല്ലിന്റെ എണ്ണം കൂടുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഷീൽഡിങ് ഇഫക്റ്റും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 2 കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം ആറ്റത്തിന്റെ സൈസ് കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അറ്റോമിക് റേഡിയസും കൂടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കാം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻസ് കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ് ഇവിടെ പറഞ്ഞു.
അതിനുശേഷം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നൊരു കോൺസെപ്റ്റോട് ഡിസ്കസ് ചെയ്തു. അതിന്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോളിംഗ് സ്കെയിൽ പറഞ്ഞു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിന്റെ ട്രെൻഡ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അതിനു മുമ്പ് അയണൈസേഷൻ എൻതാൽപ്പിയും അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മോഡേൺ പീരിയോഡിക് ടേബിളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മോഡേൺ പീരിയോഡിക് ടേബിളും പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിളും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇത്രയും പഠിച്ചാൽ ഒരുവിധം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുവിധം നല്ല ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കടന്നു വരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ബൈ.